BSc നഴ്സിംഗിൽ ഒരു അഡ്മിഷൻ എടുത്ത് ഒരു നേഴ്സ് ആകാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കുമായിട്ട് നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ പാല ആരംഭിച്ച ഒരു ക്രാഷ് പ്രോഗ്രാമാണ് BSc നഴ്സിംഗ് ക്രാഷ് 2024. അപ്പോൾ ഈ ഒരു BSc നഴ്സിംഗ് ക്രാഷ് പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ കാണാൻ സംശയമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഒരു വീഡിയോ കയറി കാണാവുന്നതാണ്. സോ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ സംശയമുള്ള എല്ലാവരും ആ ഒരു വീഡിയോ കാണുക. സോ ആ ഒരു BSc നഴ്സിംഗ് ക്രാഷ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. സോ എന്തായാലും ഞാൻ നേരെ ആ വീഡിയോയിലേക്ക് പോകാം. ഏതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ് വേണ്ടത് ആ ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട്. സോ അത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത്. സോ എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഗൂഗിളിൽ കയറി ബ്രില്യൻറ്റ് പാല എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു brilliantpala.org എന്ന് പറയുന്ന നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ് ഫസ്റ്റ് കാണുന്നത്. സോ അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സോ ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് നമ്മുടെ വിവിധ കോഴ്സുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ റിപ്പീറ്റേഴ്സ്, ടെസ്റ്റ് സീരീസ്, CUT, BSO, ക്രാഷ്, സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നിങ്ങൾക്ക് പല പ്രോഗ്രാമിലേക്കും രജിസ്റ്റർ ചെയ്യുന്നത്. സോ നമുക്കിവിടെ വേണ്ടത് BSc നഴ്സിംഗ് ക്രാഷ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് നോക്കുന്നത്. സോ അതിനായിട്ട് ഇവിടെ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ആദ്യമായിട്ട് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കോഴ്സസിനകത്ത് ഇവിടെ ക്രാഷ് പ്രോഗ്രാം എന്ന ഓപ്ഷൻ ഉണ്ട്. ക്രാഷ് പ്രോഗ്രാം, ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിൽ ഇവിടെ BSc നഴ്സിംഗ് കണ്ടോ, BSc നഴ്സിംഗ്, ഈ ഒരു BSc നഴ്സിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് പോകാം. ഇനി അതല്ലാതെ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഈ ഒരു ക്രാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മറ്റൊരു വിൻഡോയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വിവിധ ക്രാഷ് പ്രോഗ്രാംസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 720 വിത്ത് ബ്രില്യൻറ്റ് നീറ്റ്, ക്രാഷ് കോഴ്സ് 2024 BSc നഴ്സിംഗ് ക്രാഷ് കോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ഈ ഒരു BSc നഴ്സിംഗ് ക്രാഷ് പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ്. സോ ഇവിടെ തന്നെ കിടപ്പുണ്ട് ആ ഒരു ഓപ്ഷൻ. സോ നമുക്കിത് ചൂസ് ചെയ്യാം. യെസ്, അത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു BSc നഴ്സിംഗ് ക്രാഷ് പ്രോഗ്രാമിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോഴ്സ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഹു ആർ കംപ്ലീറ്റഡ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 12 ക്യാൻ ജോയിൻ. +2 കഴിഞ്ഞവർക്കും +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാം ഓൺലൈനും ഓഫ്ലൈൻ മോഡിലും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. ഇനി അതല്ല, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കോഴ്സ് ബ്രോഷർ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു കോഴ്സ് ബ്രോഷർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഫീസ് സ്ട്രക്ചർ, സ്കോളർഷിപ്പ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ ഒരു കോഴ്സ് ബ്രോഷർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. സോ ഇവിടെ ഈ ഒരു ഡൗൺലോഡ് ദ ബ്രോഷർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രോഷർ. ഇവിടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ക്ലാസ് സ്റ്റാർട്ട് ഓൺ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ, +2ൻ്റെ ബോർഡ് എക്സാം കഴിഞ്ഞ ഉടനെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്, ആ ഒരു ബ്രോഷറിന് തൊട്ട് താഴെ തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അല്ലേ. യെസ്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളിവിടെ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഉണ്ടായിരിക്കും. സോ ആ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് ID പാസ്വേഡ് ഇല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രില്യൻറ്റിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് ഇല്ലെങ്കിൽ സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സൈൻ അപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ എന്തായാലും നമുക്ക് ആ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, അതുപോലെ തന്നെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ് പാസ്വേഡ് നിങ്ങൾക്ക് മറന്നു പോകാത്ത ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ഒരു പാസ്വേഡാണ് പിന്നീട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സോ എന്തായാലും നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ, അതുപോലെ തന്നെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഇവിടെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്ലാസ് 12 ക്രാഷ് ഓർ റിപ്പീറ്റർ.
ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ മതിയായിരിക്കും, കാരണം നിങ്ങൾ ക്രാഷ് പ്രോഗ്രാമിലേക്കാണ് രജിസ്റ്റർ ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും ഈ ഒരു ഓപ്ഷൻ കൊടുത്തു നോക്കാം. യെസ്, അതിനുശേഷം ഇവിടെ ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ആ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ നമ്മുടെ ഏത് ഫോൺ നമ്പറാണോ നമ്മൾ കൊടുത്തത് ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സോ ഒരു OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, യെസ്, അപ്പോൾ ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് പോർട്ടലാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ പേര് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID കാണാൻ സാധിക്കുന്നതാണ്. ഇതായിരിക്കും നമ്മുടെ സ്റ്റുഡൻറ്റ് ID. ഓക്കെ, ഈ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്താണ് നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാവുന്നത്. സോ ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൈ കോഴ്സസിനകത്ത് ഇവിടെ ഈ ഒരു മൈ കോഴ്സസിനകത്ത് താഴെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നിരവധി കോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം നിരവധി കൊടുത്തിട്ടുണ്ട്. സോ ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ക്രാഷ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ക്രാഷിലേക്കെല്ലാം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സോ നമുക്കിവിടെ വേണ്ടത് ക്രാഷ് BSc നേഴ്സിംഗ് ആ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ അത് നമുക്ക് നോക്കാം. യെസ്, ഈ ഒരു ക്രാഷ് 2024 നേഴ്സിംഗ് ഓഫ്ലൈൻ അതുപോലെ തന്നെ നേഴ്സിംഗ് ഓൺലൈൻ, അതായത് ഓഫ്ലൈനും ഓൺലൈനും സെപ്പറേറ്റ് ആണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. നിങ്ങൾ ഓഫ്ലൈനായിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഈ ഒരു ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, നേഴ്സിംഗ് ഓഫ്ലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എൻറോൾ നൗ കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഏറ്റവും താഴെയുള്ള ഈ ഒരു നേഴ്സിംഗ് ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഇവിടെ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് ആ ഒരു പ്രൊസീജിയർ കാര്യങ്ങൾ കാണിക്കാം. എല്ലാം സെയിം തന്നെയാണ്. ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഈ സ്റ്റെപ്പ് എല്ലാം സെയിം തന്നെയായിരിക്കും. യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. രജിസ്ട്രേഷൻ രീതിയെല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു നേഴ്സിംഗ് ഓഫ്ലൈൻ ഞാൻ തൽക്കാലം ചൂസ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമുക്കിവിടെ എൻറോൾ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ക്രാഷ് നേഴ്സിംഗ് ഓഫ്ലൈൻ. ഇവിടെ ക്രാഷിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ വ്യൂ പ്രോസ്പെക്ടസ്, ഇവിടെ ആ ബ്രോഷറാണ്. സോ ആ ബ്രോഷർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ ബ്രോഷർ വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ഓഫ്ലൈൻ ആയതുകൊണ്ട് നമ്മുടെ സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഏതൊക്കെ സെൻറ്ററിലാണ് നമ്മുടെ ക്ലാസ് വരുന്നത് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഏതൊക്കെ സെൻറ്ററൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ വേണ്ടത് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് സെലക്ട് സെൻറ്റർ അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച്, ഇത്രയും നമ്മളൊന്ന് കൊടുക്കണം. സെലക്ട് സെൻറ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് സെൻറ്ററിൽ വന്നാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ അടുത്തുള്ള സെൻറ്റർ ഏതാണ്. ഇപ്പം നിങ്ങൾ എറണാകുളം ആണെങ്കിൽ എറണാകുളം ചൂസ് ചെയ്യാം. കോട്ടയം ആണെങ്കിൽ ഇവിടെ കോട്ടയം, കോഴിക്കോടാണെങ്കിൽ കോഴിക്കോട്. നിങ്ങൾക്ക് ഏത് സെൻറ്ററാണോ ചൂസ് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓൺലൈനാണ് ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ സെലക്ട് സെൻറ്ററിന് പകരം ഇവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. ഈ ഒരു സെൻറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കുമല്ല. ജസ്റ്റ് ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രമേ കാണുള്ളൂ. സോ അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പ്രിഫേർഡ് ബാച്ച് ആണെന്ന് വെച്ചാൽ ആഫ്റ്റർ ബോർഡ് എക്സാം ആണ്. സോ അതും സെലക്ട് ചെയ്തിട്ട് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഈ ഓഫ്ലൈൻ ആകുമ്പോൾ ഈ ഒരു സെൻറ്റർ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ആ ഒരു രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു സെലക്ട് സെൻറ്റർ കൊടുത്തിട്ട് ഇവിടെ ഞാൻ തൽക്കാലം ഇവിടെ പാല തന്നെ കൊടുക്കുകയാണ്. ഈ ഒരു പാല സെൻറ്റർ, നമ്മുടെ ഈ ഒരു മുത്തോലി പാല സെൻറ്റർ കൊടുക്കുകയാണ്. ഓക്കെ, തൽക്കാലം നിങ്ങളുടെ സെൻറ്റർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ പ്രിഫേർഡ് ബാച്ച് ആഫ്റ്റർ ബോർഡ് എക്സാം ആണ്. സോ ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫീ സ്ട്രക്ചർ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതായിരിക്കും. എത്രയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള ഫീ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഓക്കെ, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം. യെസ്, അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. യെസ്, അപ്പോൾ ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്, ആ ഒരു സ്ട്രീം കാര്യങ്ങൾ ഏതാണെന്ന് കൊടുക്കുക. എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ്, പ്രീവിയസ് എൻട്രൻസ് എക്സാം നീറ്റ് സ്കോർ കാര്യങ്ങൾ എത്രയാണെന്ന് കൊടുക്കുക. സോ നമുക്കിവിടെ എന്തായാലും ഈ ഒരു പ്രൈമറി ഡീറ്റെയിൽസിനകത്ത് സ്ട്രീം നിങ്ങൾ ഏതാണ്, CBSE ആണോ SLC ആണോ ICSE ആണോ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ CBSE സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൻ്റർ ക്ലാസ് 10 ഡീറ്റെയിൽസ്, നിങ്ങളുടെ 10ലെ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇയർ ഓഫ് പാസിംഗ്, റിസൾട്ട് സ്റ്റാറ്റസ്, റോൾ നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് പാസിംഗ് നമുക്ക് കൊടുക്കാം, സ്റ്റാറ്റസ്, ഓക്കെ, റോൾ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റർ ക്ലാസ് 10 മാർക്ക്, നിങ്ങളുടെ 10ലെ മാർക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം, സയൻസിൻ്റെയും മാത്സിൻ്റെയും. സോ നമുക്കത് എൻ്റർ ചെയ്ത് കൊടുക്കാം.
ലാസ്റ്റായിട്ട് ഇവിടെ അപ്ലോഡ് 10th മാർക്ക് ലിസ്റ്റ്. നിങ്ങളുടെ പത്തിലെ മാർക്ക് ലിസ്റ്റ് നിങ്ങളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് ഇവിടെ ഈ ഒരു അപ്ലോഡ് മാർക്ക് ഷീറ്റിനകത്ത് നിങ്ങൾ ആ ഒരു മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ മാക്സിമം ഈച്ച് ഫയൽ സൈസ് അപ് ടു 1 MB, ഫയൽ ഫോർമാറ്റ് JPG ഓർ PNG ആൻഡ് PDF ഉള്ളി. JPGയോ PNGയോ PDF ഫോർമാറ്റിലോ മാത്രമായിരിക്കണം ഈ ഒരു മാർക്ക് ഷീറ്റ് നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ഒരു മാർക്ക് ഷീറ്റും കൂടെ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. യെസ്, അപ്പോൾ ആ ഒരു മാർക്ക് ഷീറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഏറ്റവും താഴെയായിട്ട് ഇവിടെ എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസും കൂടെ ഇവിടെ കൊടുക്കണം. സോ ഇവിടെ സെലക്ട് സ്ട്രീം, ഹയർ സെക്കൻഡറി നിങ്ങൾ ഏത് സ്ട്രീമാണ് അതും കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ CBSE കൊടുക്കുകയാണ്. നിങ്ങൾ HSC ആണെങ്കിൽ HSC കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം CBSE കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുമ്പോൾ എൻ്റർ +2 ക്ലാസ് ഡീറ്റെയിൽസ്, നിങ്ങൾ +2 ക്ലാസ് ഡീറ്റെയിൽസും കൊടുക്കാനായിട്ടുണ്ട്. ഓക്കെ, ഇയർ ഓഫ് പാസിംഗ് നിങ്ങൾ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ എക്സാം പാസ്സായവരാണെങ്കിൽ, നിങ്ങൾ റിസൾട്ടെല്ലാം അറിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഈ ഒരു പാസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ എൻ്റർ ക്ലാസ് +2 മാർക്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ പാസ്ഡ് കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്നത്, മാർക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നത്. ഇനി നിങ്ങൾ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ട് വരുമല്ലോ. ഓക്കെ, സോ ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഈ ഒരു പ്രീവിയസ് എൻട്രൻസ് എക്സാമിനകത്ത് നീറ്റ് സ്കോർ, നിങ്ങൾ നീറ്റ് എക്സാം വല്ലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നീറ്റ് സ്കോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു മാർക്കും പിന്നെ ആപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ മാർക്ക് ഷീറ്റ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, തൽക്കാലം ഞാനത് കൊടുക്കുന്നില്ല. ഇൻ കേസ് നിങ്ങൾ നീറ്റ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഫിൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇനിയുള്ളത് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. സോ ഈ ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. മസ്റ്റ് കൺഫേം യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഫോർ ആക്ടിവേറ്റിംഗ് ദ അഡ്മിഷൻ റിക്വസ്റ്റ്. സോ ഈ ഒരു കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക്. അതിന് മുന്നേ ആയിട്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് തന്നെ അല്ലെങ്കിൽ നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് അതൊക്കെ ആ ഒരു തെറ്റുകൾ തിരുത്താവുന്നതാണ്. ഓക്കെ, എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും ഈ ഒരു കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നമ്മുടെ വേറെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, കോഴ്സ് പേയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും ആദ്യമായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം അത് നമുക്കൊന്ന് ആദ്യം ചെയ്യാം. അപ്ലോഡ് ഫോട്ടോ ഇൻസ്ട്രക്ഷൻ. അപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അപ്ലോഡ് ഇമേജ്, അപ്ലോഡ് പാസ്പോർട്ട് ഫോട്ടോ ഇൻ JPG ഓർ PNG ഫോർമാറ്റ് ബിലോ 300 KB. 300 KB താഴെയുള്ള JPG ഓർ PNG ഫോർമാറ്റിലുള്ള ഫോട്ടോ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. സോ നമുക്ക് എന്തായാലും ആ ഒരു ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. യെസ്, നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ബാക്കിയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും പേര്, ഓക്യുപ്പേഷൻ, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുള്ളത്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കുഴപ്പമൊന്നുമില്ലല്ലോ, കറക്റ്റ് തന്നെ അല്ലെന്ന് നോക്കുക. ഓക്കെ, നോക്കിയതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അടുത്തായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നെയിം ഓഫ് സ്കൂൾ, ലാസ്റ്റ് സ്റ്റഡി ഓർ സ്റ്റഡിങ്, അഡ്രസ് ലൈൻ, കൺട്രി, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളോ പഠിച്ചു കഴിഞ്ഞ സ്കൂളിൻ്റെ പേര്, അഡ്രസ്സ്, കൺട്രി, ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുക്കണം. സോ നമുക്കൊന്ന് കൊടുക്കാം.
യെസ്, അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. സോ ഇത് കൊടുക്കുമ്പോഴും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കുക. തെറ്റൊന്നും വരാതെ ശ്രദ്ധിച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അത് എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ഈ ഒരു നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് ഇവിടെ കോഴ്സ് പേയ്മെൻ്റ് ആണ്. കോഴ്സിലേക്കുള്ള പേയ്മെൻ്റ് ആണ് നടത്തേണ്ടത്. സോ ആ ഒരു ഫീ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫീ സ്ട്രക്ചർ എത്രയാണ് അടയ്ക്കേണ്ടത്, അത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം. സോ ഈ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് 2 രീതിയിൽ നിങ്ങൾക്ക് പേ ചെയ്യാം. പേ ഓൺലൈൻ, അതുപോലെ തന്നെ പേ ഓഫ്ലൈൻ. ഓൺലൈൻ മോഡിലും ഓഫ്ലൈൻ മോഡിലും നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓൺലൈൻ ആകുമ്പോൾ നിങ്ങളുടെ UPI വഴിയോ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. ഇനി ഓഫ്ലൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുപോയി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. സോ ഇത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. യെസ്, ഒരു റീഫണ്ട് പോളിസിയാണ്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ ഇവിടെ എത്രയാണ് ഫീ അടയ്ക്കേണ്ടത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ, മെയിൽ ID, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. ഓൺലൈൻ ആയതുകൊണ്ട് UPI വഴിയോ കാർഡ് വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താം. സോ ഞാനിവിടെ തൽക്കാലം UPI കൊടുക്കാം. UPI കൊടുക്കുമ്പോൾ നിങ്ങളുടെ UPI മൊബൈൽ നമ്പർ, UPI IDയോ ഓർ മൊബൈൽ നമ്പറോ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടും നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. സോ ഇവിടെ UPI ID കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് ഇവിടെ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, പേ. സോ ഈ ഒരു പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു BSc നഴ്സിംഗ് ക്രാഷ് പ്രോഗ്രാമിലേക്കുള്ള രജിസ്റ്റർ ചെയ്യാനുള്ള സ്റ്റെപ്സ്. ഈ ഒരു പേ ഓപ്ഷൻ, ഈ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും. സോ അതിനുശേഷം ബാക്കിയുള്ള ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടി ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ് ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ സംശയമുള്ള എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ആ ഒരു ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ സമയം കളയാതെ നമ്മുടെ ഈ ഒരു BSc നഴ്സിംഗ് ക്രാഷ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.